CPIM ആരോപണങ്ങൾക്ക് മറുപടിയുമായി സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കാക്കനാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ കർണാടകയിൽ യാത്ര ചെയ്തിട്ടില്ല. അന്ന് തനിക്ക് നരച്ച താടിയില്ല, ജുബ്ബ ധരിക്കാറില്ല, താൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ലഹരി ലൈംഗികാരോപണങ്ങൾ ഉണ്ടെന്നായിരുന്നു CPIM നേതാവ് നാസർ കുളായിയുടെ ആരോപണം. 24 ബ്രേക്കിംഗ്. കുടജാദ്രിയുടെ സംഗീതം കാക്കനാടൻ എഴുതിയ ഈ അനുഭവത്തിൽ ഒന്ന്, ഞാൻ അന്ന് ജുബ്ബ ധരിക്കാറില്ല. 2, എനിക്കന്ന് താടിയുണ്ടെങ്കിലും താടി നരച്ചിട്ടുണ്ടായിരുന്നില്ല. 3, ഏകദേശം ആ കാലഘട്ടങ്ങളിലൊന്നും കർണാടകയിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സമീർ, മലപ്പുറത്തെ തർക്കം, CPIM-ഉം ബഹാവുദ്ദീൻ നദ്വിയും തമ്മിലുള്ള തർക്കം, അത് പല തലങ്ങളിലൂടെ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇപ്പോൾ CPIM-ന് മറുപടിയുമായാണ് നദ്വി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഈ പ്രതികരണത്തിൽ കൂടുതലായി സൂചിപ്പിച്ചിരിക്കുന്നത്? പ്രജിൻ, കാക്കനാടിന്റെ പുസ്തകത്തിൽ ബഹാവുദ്ദീൻ നദ്വിയെ സ്ത്രീയോട് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറി എന്ന പരാമർശമുണ്ടെന്നായിരുന്നു CPIM നേതാവ് നാസർ കുളായി ആരോപിച്ചിരുന്നത്. ഇതിന് മറുപടിയുമായാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കുടജാദ്രിയുടെ സംഗീതം എന്ന പുസ്തകം ഇറങ്ങിയത് 1989-ലാണ്. അന്ന് തന്നെ ഇത്തരം ആരോപണങ്ങൾ താൻ നിഷേധിച്ച് ഒരു നിഷേധക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് തന്നെ മോശക്കാരനെ ചിത്രീകരിക്കാൻ വേണ്ടി ആ സമയത്ത് തന്നെ ചില ആളുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആ ഒരു സമയത്ത് താൻ നരച്ച താടിയുള്ള ആളായിരുന്നില്ല, ജുബ്ബയും ധരിക്കാറുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ സമയത്ത് താൻ കർണാടകയിലൂടെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ ജുബ്ബ ധരിച്ച മുടിയുള്ള ഒരാൾ ഈ ബസ്സിൽ വെച്ച് സ്ത്രീയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജീൻ, ശരി. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് തിരൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.